എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു സോളോ റൈഡ് പോകുന്നത്. അതും 37 കിലോമീറ്റേഴ്സ് ദൂരെയുള്ളൊരു സ്ഥലത്തേക്കാണ്. 1 അവർ ഡിസ്റ്റൻസ് ആണുള്ളത്. പോണ്ടിച്ചേരിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടി ഇല്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട് തന്നെ. ഞാൻ ഈ ഒരു 2 വീലറിലാണ് പോകുന്നത്. സൺറൈസിൻ്റെ ടൈമിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി സൺറൈസ് കാണാൻ പറ്റി. ഇത് പോണ്ടിച്ചേരിയിൽ നിന്ന് ഉള്ള ഗേറ്റാണ്. അപ്പുറത്ത് കാണുന്നത് തമിഴ്നാടും ഇപ്പുറത്ത് പോണ്ടിച്ചേരിയുമാണ് ഉള്ളത്. മാപ്പ് നോക്കാൻ മൊബൈൽ ഹോൾഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നിർത്തണത്. ഞാൻ ECR റോഡ് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റോഡാണ്. പിന്നെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി. പോണ വഴിക്കൊരു ചെറിയ ഇൻസിഡൻറ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് വ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. കുറച്ച് പേടിച്ചു പോയി. അങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഒറ്റ സ്ട്രെച്ചിനാണ് ഞാൻ വന്നിട്ടുള്ളത് 1 അവർ ഡിസ്റ്റൻസുള്ള സ്ഥലത്തേക്ക്. അപ്പോൾ ഇതാണ് സ്ഥലം. ഞാൻ വന്നിട്ടുള്ളത് ഉപ്പ് പാടം കാണാനായിട്ടാണ്. സോൾട്ട് പാൻസ് എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലം കൂടിയാണ് ഈ മരക്കാണം പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇത് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് ഉപ്പ് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടേക്കുന്നതാണ് കാണുന്നത്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കിലോമീറ്റർ പോകുന്തോറും ഈ സോൾട്ട് പാൻസ് തന്നെയാണ് നമുക്ക് ഉള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഇതാണ് നമുക്ക് കാണാനുള്ളത്. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഞാൻ ഉപ്പ് പാടത്തിലോട്ട് ഇറങ്ങി. ഇതിൻ്റെ കറക്റ്റ് പ്രൊസീജിയറൊക്കെ ചോദിച്ചറിയാനായിരുന്നു ഇറങ്ങിയത്. പക്ഷേ എല്ലാവരും ജോലി തിരക്കിലായിരുന്നു. അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ജസ്റ്റ് നിന്നു. ഇത് കണ്ടില്ല എന്ത് വലിയ പാടമാണ് ഉപ്പിൻ്റെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്, ഉപ്പ് ഉണ്ടാക്കണത്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയും വണ്ടി എടുത്ത് ഇതേ കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തി വീഡിയോ എടുത്തു. ഒരു 9 മണിയായപ്പോൾ എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു അടിപൊളി വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി മസാല ദോശ പറഞ്ഞു. ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ പറഞ്ഞില്ലേ വരുന്ന വഴിക്ക്. ആ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരിക്കലും ഞാൻ ഇനി ഒറ്റയ്ക്ക് എവിടെയും പോയില്ല എന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ കണ്ട് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെയും ഞാൻ വിചാരിച്ചു ഇനിയും പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ.